പൊള്ളുന്ന വേനലിനെ കുളിർപ്പിക്കാൻ തണ്ണിമത്തൻ കൃഷിയിൽ 100 മേനി വിളവ് കൊയ്ത് കർഷക ദമ്പതികൾ. അങ്ങാടിപ്പുറം പഞ്ചായത്ത് മുൻ വാർഡ് മെമ്പർ കൂടിയായ ഉമ്മു സൽമയും ഭർത്താവ് പുതുക്കുടി മുഹമ്മദ് അലിയും മക്കളും ചേർന്നാണ് 1.5 ഏക്കറിൽ പൊന്നു വിളയിച്ചത്. പൊള്ളുന്ന വേനലിനെ കുളിർപ്പിക്കാൻ തണ്ണിമത്തനിൽ അത്ഭുതം തീർത്ത് കർഷക ദമ്പതികൾ. അങ്ങാടിപ്പുറം പരിയാപുരം തട്ടാരക്കാട് എം മദ്രസക്ക് സമീപത്തുള്ള 1.5 ഏക്കർ സ്ഥലത്താണ് തണ്ണിമത്തൻ വിളവെടുപ്പ് നടത്തിയത്. 2024-25 കാലഘട്ടത്തിൽ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ വനിതാ കർഷക അവാർഡ് ഏറ്റുവാങ്ങിയ മുൻ വാർഡ് മെമ്പർ കൂടിയായ ഉമ്മു സൽമ, ഭർത്താവ് പുതുക്കുടി മുഹമ്മദ് അലിയും മക്കളും ചേർന്നാണ് 1.5 ഏക്കർ സ്ഥലത്ത് പൊന്നു വിളയിച്ചത്. പൊന്മണി JLG അംഗങ്ങളുടെ വത്തക്ക വിളവെടുപ്പിന്റെ ഉദ്ഘാടനം അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ ടീച്ചറുടെ മഹനീയ കരങ്ങളാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള തട്ടാരക്കാട് പരിയാപുരം ഭാഗത്ത് നമ്മളെ മുൻ മെമ്പറും സൽമ എന്ന വനിതാ കൃഷിക്കാരി കഴിഞ്ഞ വർഷത്തെ അവാർഡ് കിട്ടിയ ഒരു ജേതാവ് കൂടിയാണ്. എന്തായാലും വളരെ പ്രശംസനീയമാണ്. വലിയൊരു പാടം ഫുള്ള് പല കൃഷികളും, അതുപോലെ തന്നെ ഇപ്പോൾ വത്തക്ക വിളവെടുപ്പ് നടത്തപ്പോൾ കാണുന്നത് ഇവിടെ ഈ പുല്ലുകൊണ്ട് കാണാഞ്ഞിട്ടാണ്. ഒരു പാടം മൊത്തം വത്തക്ക വളഞ്ഞു നിൽക്കുകയാണ്. ഏതായാലും വളരെയധികം സന്തോഷമുണ്ട്. കഠിനാധ്വാനം കൊണ്ട് മാത്രമാണ് ഈ നിലയിലെത്തിയിട്ടുള്ളത് നമുക്കിവിടെ വരുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഈ കൃഷിയിലൂടെ ഏറ്റവും ഉന്നതിയിലെത്തട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷഹർബാൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ, 14-ാം വാർഡ് മെമ്പർ ഖദീജ ടീച്ചർ, കൃഷി ഓഫീസർ ഡാക്സൽ സേവിയർ, CDS പ്രസിഡന്റ് നൌറ, ഷെബീർ കറുമുക്കിൽ, വൈസ് പ്രസിഡന്റ് സുനിൽ ബാബു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കോറാടൻ റംല, ഹാജറ ഹുസൈൻ, ശ്രീജ, സാജിദ, ബുഷറ, സ്മിത, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ രാജീവ്, CDS അബു താഹിർ തങ്ങൾ, ലൈല മനാഫ്, അഗ്രി CRP സീനത്ത്, കൂടാതെ അയൽക്കൂട്ട അംഗങ്ങൾ, JLG അംഗങ്ങൾ എന്നിവരും വിളവെടുപ്പിൽ പങ്കെടുത്തു. പ്രിയപ്പെട്ട മുൻ മെമ്പറും ആക്റ്റീവായ സമയപ്രവർത്തകയുമായ പ്രിയപ്പെട്ട സെൽമത്ത പല കാര്യങ്ങളിലും നമുക്ക് മാതൃകയാണ്. ഇങ്ങനെ ഒരു പാടത്ത് പൊന്നു വിളയിച്ചുകൊണ്ട് നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ തുടർച്ചകൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. മീറ്റർ പയർ, തക്കാളി, വെണ്ട, വഴുതന, മത്തൻ, ചിരങ്ങ, കുമ്പളം, വരാൽ മത്സ്യം, മുട്ടക്കോഴികൾ, ചീര, പച്ചമുളക്, ക്യാപ്സിക്കം, വെള്ളരി, പൊട്ടുവെള്ളരി, മഞ്ഞൾ, ഔഷധ സസ്യങ്ങൾ, കോവൽ എന്നിവയും വിളവെടുത്തു. കൃഷിഭവന്റെയും കീഴിലുള്ള വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന 2 കർഷകരാണ് നമ്മുടെ മുഹമ്മദ് അലിയേക്കും അതേപോലെ തന്നെ ഉമ്മു സൽമാത്തയും. അവർ രണ്ടുപേരും അവരുടെ ഒരു ജീവിതത്തിൻ്റെ മാർഗം എന്നുള്ള രീതിയിൽ തന്നെ അവർ എല്ലാവിധ കൃഷികളും വളരെ ജൈവമായ രീതിയിൽ തന്നെ കൃത്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അതുപോലെ പുതിയ പല ടെക്നോളജികളും ഇവിടുത്തെ തണ്ണിമത്തം നോക്കിയാൽ തന്നെ അറിയാം. അതിൽ മൾച്ചിങ് ഉണ്ട്, അതേപോലെ ഡ്രിപ്രിഗേഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ വളങ്ങളാണെങ്കിലും ഫെർട്ടിഗേഷൻ വഴി വളരെ കൃത്യമായിട്ട് കൊടുക്കുന്ന ഒരു രീതിയാണ് അവർ അവലംബിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കൃഷി രീതി നമ്മുടെ കൃഷിഭവൻ്റെ കീഴിലുള്ള എല്ലാവർക്കും ഒരു മാതൃകയാണ്. ഇന്നിപ്പോൾ ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം, എല്ലാവരും ഒരു ആഘോഷം പോലെയാണ് ഈ ഒരു വിളവെടുപ്പ് നമ്മൾ ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ പാടങ്ങളിലൊക്കെ നമ്മൾ നെൽകൃഷി, ഇവിടെ കുറേ പാടുള്ള സ്ഥലമാണ്. നെൽകൃഷി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പരമ്പരാഗതമായിട്ട് ചെയ്തു പോകുന്ന കുറച്ച് വിളകളുണ്ട്. നമുക്ക് വെള്ളരി അല്ലെങ്കിൽ മത്തൻ, കുമ്പളം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുമ്പോൾ എന്താ വെച്ചാൽ നമ്മളത് എല്ലാവരും ചെയ്യുന്നത് കൊണ്ട് തന്നെ മാർക്കറ്റിൽ അതിൻ്റെ ഒരു കൂടുതൽ വന്നതുകൊണ്ട് നമുക്കതുകൊണ്ട് മാർക്കറ്റിങ്ങിൽ ഒരു ഭയങ്കര ബുദ്ധിമുട്ട് വരാറുണ്ട്. പക്ഷേ ഈ തണ്ണിമത്തം വരുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വ്യത്യസ്തമായൊരു കൃഷി രീതിയാണ്. അങ്ങനെ വ്യത്യസ്തമായ വിളകൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പലപ്പോഴും
അതിൽ കൂടുതൽ മാർക്കറ്റിങ്ങിനാണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം എന്നുള്ള രീതിയിൽ കൂടുതൽ ഇൻകം കിട്ടുക എന്നുള്ളത് തന്നെയാണല്ലോ. അപ്പോൾ സാമ്പത്തികപരമായിട്ട് നമുക്ക് കൂടുതൽ മാർഗ്ഗമാണ് ഈ തണ്ണിമത്തൻ കൃഷി എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും അവലംബിക്കാവുന്നതാണ്. നമുക്ക് ഇവിടുന്ന് നമ്മുടെ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നായിട്ട് നമുക്ക് ജനകീയാസൂത്രണ പദ്ധതികളുണ്ട്. ജനകീയാസൂത്രണ പദ്ധതിയിൽ നമ്മൾ പല രീതിയിലുള്ള അവർക്ക് കൂലിച്ചെലവിന് ആവശ്യമായിട്ടുള്ള സബ്സിഡികൾ സാമ്പത്തിക ആനുകൂല്യം കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫാം പ്ലാൻ, നമ്മുടെ കൃഷി വകുപ്പിൻ്റെ ഫാം പ്ലാൻ എന്ന പദ്ധതിയിലുള്ള ഒരു മോഡൽ പ്ലോട്ടാണ് ഇവരുടേത്. നമ്മൾ 10 മോഡൽ പ്ലോട്ട് സെലക്ട് ചെയ്തിട്ടുള്ളതിൽ ഒന്നാണ് മുസൽമാത്തേൻ്റെയൊക്കെ പ്ലോട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ പല രീതിയിലുള്ള അവരുടെ ജലസേചനത്തിന് ആവശ്യമായിട്ടുള്ള പദ്ധതികളായിക്കോട്ടെ, ഡ്രിപ്പ് ഇറിഗേഷൻ ആവശ്യമുള്ള പ്ലാസ്റ്റിക് മൾച്ചിങ്, വാട്ടർ ടാങ്ക്, അതുപോലെ വിത്ത് വാങ്ങുന്നതിനുള്ള ധനസഹായം, ഇങ്ങനെ പലതും നമ്മുടെ ഭാഗത്ത് നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കൃഷിഭവനായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ തന്നെ അവർ നമ്മളോട് വരാറുണ്ട്, നമ്മൾ അവരെ ഫീൽഡിൽ പോകാറുണ്ട്. അങ്ങനെ ഒരു നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇവക്ക് പുറമെ നെല്ലും ചെണ്ടുമല്ലിയും ഈ കർഷക ദമ്പതികൾ കൃഷി ചെയ്തു വരുന്നു. ഇതിനകം തന്നെ വിവിധ കർഷക അവാർഡുകൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ഈ ദമ്പതികൾ അവരുടെ ജൈത്രയാത്ര തുടരുകയാണ്. ഒരു 1.5 ഏക്കറിലാണ് വത്തക്ക കൃഷി ചെയ്തിട്ടുള്ളത്. പിന്നെ 1/2 ഏക്കറിൽ പല കൃഷികളായിട്ട്, പിന്നെ വഴുതന, വെണ്ട, ചീര, മത്തൻ, പയറ്, അങ്ങനെ പല കൃഷികളുണ്ട്. പിന്നെ ഷമാമ്, അങ്ങനെ ഒരുപാട് വെറൈറ്റികളായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ തക്കാളി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ഇത് തുടങ്ങിയിട്ട് 2010 തുടങ്ങിയതാണ്. അന്ന് ഇങ്ങനെ ആദ്യം ഇവിടെ പിന്നെ കപ്പയായിരുന്നു കൃഷി ചെയ്തിരുന്നത്. അപ്പോൾ ഫസ്റ്റിൽ ഞങ്ങൾ കപ്പ ഉണ്ടാക്കിയപ്പോൾ അതിന് വിളവ് കുറവായിരുന്നു. പിന്നെ അന്ന് എൻ്റെ ഹസ്ബൻഡിന് സുഖമില്ലാതെ ആയപ്പോൾ ഞാൻ തന്നെ ഇറങ്ങി പാടത്തേക്ക്. എന്നിട്ട് ഞാൻ അന്ന് കപ്പ ഉണ്ടാക്കിയിട്ട് അതൊക്കെ ശരിക്കും പൊടിച്ച് പിന്നെ വിളവ് നേരാക്കിയപ്പോൾ അന്ന് ഞങ്ങൾക്ക് ഇരട്ടി വിളവ് കിട്ടിയതെന്ന്. അങ്ങനെ ഞാൻ കൃഷിക്ക് ഇറങ്ങിയതാണ്. ഞാനും ഹസ്ബൻഡും കൂടെ. അങ്ങനെ ഞങ്ങളെ കൊണ്ട് കഴിയാത്തതിന് ചിലപ്പോൾ കൂലിക്ക് ആളെ വിളിക്കും ഏരി ഉണ്ടാക്കാനും ഇതിനൊക്കെ. ബാക്കിയൊക്കെ ഞങ്ങൾ തന്നെ ചെയ്യണത്. ഇല്ല, ചെറുപ്പം മുതലൊന്നും കൃഷിയിലേക്ക് ഞാൻ ഇറങ്ങിയിട്ടില്ല. ഞാനിവിടെ കല്യാണം കഴിച്ച് വന്നതിന് ശേഷമാണ് ഇവിടെ കൃഷിക്ക് ഇറങ്ങി. ഇവിടെ ആദ്യം മുതലേ കൃഷിക്കാരാണ്. ഷമാമുണ്ട്, ഇറാനി തണ്ണിമത്തന്, ചുവപ്പ് മഞ്ഞയുണ്ട്. എന്നും ഒരേ കൃഷി തന്നെ ആവണ്ട വിചാരിച്ചിട്ട് വത്തക്കയിൽക്കൊന്ന് ഇറങ്ങി നോക്കി എങ്ങനെ ഉണ്ടാവും എന്താന്നുള്ളത് നോക്കിയതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പറമ്പിൽ വിളയിച്ചു, നല്ല വിളവ് കിട്ടി. അന്ന് ഇതുപോലെ പത്രത്തിലൊക്കെ വന്നതാണ്. ഇതുവരെ ആരും അങ്ങനെ പുറത്ത് അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യാൻ വന്നു സൈത ടീച്ചർ. അവർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടത് കാരണമാണ് ഇത് പുറലോകം അറിഞ്ഞത്. കൃഷിയിൽ എന്നും ഉണ്ടായിരുന്നു. പഞ്ചായത്തു ഭാഗത്തുനിന്നും കൃഷിൻ്റെ ഭാഗത്തുനിന്നൊക്കെ നല്ല സഹകരണം ഉണ്ട്. നമുക്കറിയാത്ത കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കും. എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും അവർ പറഞ്ഞു തരുന്നുണ്ട്. നമ്മളെ കൂടെ അവരുണ്ട്. കുടുംബശ്രീ ഉണ്ട്. ജലജിൻ്റെ ഒരു അംഗമാണ്. അപ്പോൾ ജലജിന്ന് നമുക്ക് വേണ്ട സഹായങ്ങൾ ഇതും ചെയ്തു തരുന്നുണ്ട്. ചീരണ്ട്, വെണ്ടുണ്ട്, പയറുണ്ട്, മത്തുണ്ട്, പിന്നെ കുമ്പളങ്ങുണ്ട്, പിന്നെ വെള്ളരി ഉണ്ട്, തക്കാളി ഉണ്ട്, പച്ചമുളകൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ എല്ലാ കൃഷികളും ചെയ്തിട്ടുണ്ട്. ആവശ്യക്കാർ വരുന്നുണ്ട് നമുക്ക്, അല്ലെങ്കിൽ അവർ വിളിക്കും. അപ്പം നമ്മൾ അവർക്ക് എത്തിച്ചു കൊടുക്കേണ്ടവർക്ക് എത്തിച്ചു കൊടുക്കും. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ.